ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊന്ന് കോഴിക്കോട് വരെ പോവാണ്. കുറേ ആയിട്ട് ഇനിമോൾക്ക് ട്രെയിനിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒരു ട്രെയിനിൽ പോയിട്ടുണ്ട്, പക്ഷെ ഓൾ ഓർമ്മ വെച്ചിട്ട് പിന്നെ ട്രെയിനിലൊന്നും പോയിട്ടില്ല. ലാസ്റ്റായിട്ട് ഞാൻ മോനെ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിലാണ് ട്രെയിനിൽ പോയിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ റെയിൽവേയിലെത്തി. മോൾക്കാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ തീരെ ക്ഷമയില്ല. ട്രെയിൻ എപ്പോഴാണ് വരിക, ട്രെയിൻ ഇപ്പോൾ വരുമോ, യെല്ലോ ട്രെയിനിലാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പെട്ടെന്ന് ഉണ്ടായിരുന്ന ഒരു പോക്കിന്ന് കുറേ അവളിങ്ങനെ പറയുമെങ്കിലും നമുക്ക് പോകാനൊരു മൂഡില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കോഴിക്കോട് പോയെങ്കിൽ നമ്മൾ ട്രെയിനിൽ പോകാറില്ല, നമ്മൾ കാറിലോ അല്ലെങ്കിൽ ബസ്സിലിട്ടാണ് പോകില്ല. ട്രെയിനിൽ മക്കൾസിനായിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങളൊരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഏകദേശം റെയിൽവേയിലെത്തി. 11:30 ആകുമ്പോൾ അവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ട്. ഞങ്ങൾ പണ്ട് ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ അമ്മയത്തെ ഫുഡിന് ക്രേവിങ്സ് ആയിട്ട് അവിടെ പോയി ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ആ ട്രെയിനിൽ പോയി ഫുഡ് കഴിച്ച് വരുമായിരുന്നു. ആ ഒരു ഓർമ്മയിൽ ഇറങ്ങിയതാണ്. ഇന്നാണെങ്കിൽ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ട്രെയിൻ കയറി. ഭാഗ്യത്തിന് അവൾക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി. അവൾ ഇവിടെ തന്നെ ഫുള്ള് പ്ലാൻഡ് ചെയ്യുന്ന സൈഡ് സീറ്റിൽ ഇരിക്കണോ, ഇങ്ങനെ ട്രെയിനിലിരുന്നത് ഇങ്ങനെ കാഴ്ച കാണണം എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യത്തിന് അവൾക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി. അവൾ അവിടെ ഇരുന്നിട്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്നു. എന്തായാലും മൂപ്പരാൾക്ക് ട്രെയിൻ ഇഷ്ടമായിരുന്നു. ഇങ്ങനെ പുറത്തുകൂടെ ട്രെയിനൊക്കെ പോകണ കാണുമ്പോൾ എനിക്ക് ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിക്കാറുണ്ട്. കുറേ ആയി പറയൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അത് സാധിച്ചെടുക്കാൻ പറ്റിയത്. അങ്ങനെ ഒരു 12:30-1 മണിയായപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ നല്ലൊരു ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ബിരിയാണി വന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ SM സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ റൂമിന് ക്യാരി ബാഗിലിട്ടിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് കയറിയ പാടന്നെ ഇങ്ങനെ കണ്ണടൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഇനിമോളൊരു കണ്ണട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾക്കുടെ ഡെയിലി വെയർസ് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി ഞാൻ റൂയിക്ക് ഇനിമോൾക്ക് അവിടുന്ന് സെയിം പാറ്റേണുകൾ ഡ്രസ്സ് എടുത്ത്. പിന്നെ അതേപോലെ കുറേ ഷോപ്പിൽ ആവശ്യമില്ലാതെ കയറി ഇറങ്ങി, വെറുതെ കയറി ഇറങ്ങും. ഓരോ ഷോപ്പിൽ പുറത്ത് 2 100 200 നേരം നമ്മൾ കയറി നോക്കുമ്പോൾ ഇതെല്ലാം അപ്പുറത്താണ്, അതിൻ്റെ മേലാണെന്ന് അറിയാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും, പിന്നെ അടുത്ത ഷോപ്പിൽ കയറും. അങ്ങനെ കുറേ ചെരുപ്പിൻ്റെയും ബാഗിൻ്റെയും കുറേ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി. നമ്മൾ കോഴിക്കോട് വന്നതിൽ രണ്ടാമത്തെ ഒരു ഉദ്ദേശം തന്നെ ഇനിമോൾ ഇതേമാതിരി റീല് കണ്ടിട്ട് ഹൈലൈറ്റ് മാളിലൊരു പുതിയ ഷോ നടക്കുന്നുണ്ട്, അതും കൂടി കണ്ടിട്ടാണ് നമ്മൾ കോഴിക്കോട് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം കറങ്ങി പിന്നെ നേരെ ഹൈലൈറ്റ് മാളിൽ പോകാനുള്ള പരിപാടിയായിരുന്നു. അതിന് അത്യാവശ്യം അവിടെ നിന്ന് കുഴപ്പമില്ലാതെ ഞങ്ങൾ പർച്ചേസൊക്കെ ചെയ്ത് ഞങ്ങൾ എക്സ്ട്രാ ഒരു ബാഗും കരുതിയിരുന്നു. ആ ബാഗിലൊക്കെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ആക്കി ഞങ്ങൾ നേരെ ബസ് കയറി ഹൈലൈറ്റ് മാളിൽ പോവാണ്. ഉറങ്ങുമ്പോൾ വരെ കണ്ണടയിട്ട് ഉറങ്ങിയുന്ന ആളായിരുന്നു. അവൾക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലെത്തി. ഹൈലൈറ്റ് മാളിൽ എൻട്രൻസ് തന്നെയായിരുന്നു പുതിയ സംഭവമൊക്കെ വന്നിട്ടുണ്ടായി, നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഒരു ഫസ്റ്റ് കയറിയൊക്കെ കാർ ഡ്രൈവിനാണ് പോണത്. ഇത് ഇനുവിന് സ്ഥിരമുള്ളതാണ്. എവിടെ ഈ കാറിൻ്റെ ഡ്രൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്കൊന്ന് ജസ്റ്റ് കയറി അവൾക്കൊന്ന് ഓടിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഓൾ അതിൽ കയറി ആദ്യമായിട്ടാണ് മോനെ ഇരുത്തുന്നത്. അവൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ രണ്ടാളും കൂടി കാർ ഓടിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഗെയിമൊക്കെ കളിച്ച് പിന്നെ ഈ ഒരു ഗെയിം അവളെ പപ്പ വീഡിയോ കോൾ ചെയ്തപ്പോൾ അവിടുന്ന് ഒരു കുട്ടി കളിക്കുന്നതിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കണ്ട ക്യൂരിയോസിറ്റിയിലാണ് ആൾ കയറിയത്. ഇത് പപ്പ കാണിച്ചു തന്ന ഗെയിമാണ്, ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിൽ കയറുമ്പോൾ ഇതിൽ ഏജ് ലിമിറ്റ് ഉണ്ട്. അത് മാത്രമല്ല ഇത് ഓപ്പൺ ചെയ്യാനുള്ളത് ഉള്ളിൽ നിന്ന് ഡോർ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായി, പക്ഷെ അവൾ വാശി പിടിച്ച് കയറിയതാണ്. അപ്പോൾ കയറിയപ്പോൾ പിന്നെ അവൾക്ക് പേടിയായി. കുറച്ച് നേരം എന്തൊക്കെയോ ചെയ്തെങ്ങാണ്ട് പിന്നെ ഡോറ് വേഗം ഓപ്പൺ ആക്കിയിട്ട് ആൾ പുറത്തിറങ്ങി. ഇതാണ് നമ്മുടെ 3D ക്യാമറ. എവിടെ 3D ഉണ്ടോ ഓൾക്കൊന്ന് കയറേണ്ടി വരും. അങ്ങനെ ഓൾ അതിൽ കയറി. ഇനിമോൾക്കാണെങ്കിൽ ഈ കുതിരൻ്റെ റൈഡും കൂടി കയറണമെന്നായിരുന്നു. അപ്പോൾ ഓൾ അത് എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഈ കന്നഡൻ്റെ ലാസ്റ്റ് ക്ലിപ്പാണിത്. ഇത് കഴിയുമ്പോൾ ഈ കന്നഡ മിസ്സായി. ആൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. എവിടെ പോയിന്ന് നോ ഐഡിയ. അവൾ ഫുൾ ടൈം കന്നഡയിലായിരുന്നു. ഇതൊരു വെറൈറ്റി 3D ഗെയിമായിരുന്നു. ഇത്
ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു 3D ഗെയിം കണ്ടിട്ടില്ല. ഇവൾ കിടന്ന് കഴിയുമ്പോൾ പറക്കിയത് ഇത് താഴെപ്പോട് വേറെ പോട് അതിന്മേൽ കുറേ അഭ്യാസം കയറേണ്ടില്ലായിരുന്നു എന്ന് വരെ മൂപ്പരാൾക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഗെയിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടീ ബ്രേക്ക് എടുത്ത് അടുത്ത അറ്റംപ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കുറേ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇത് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ മനസ്സിലായത്. ഇത് അത്ര സിമ്പിൾ പരിപാടിയല്ല, എന്നെക്കൊണ്ട് പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് വരാനുള്ള രണ്ടാമത്തെ കാരണം ഇതായിരുന്നു. ഇത് ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലായിട്ട് പുതുതായി വന്നതാണ് മൂൺ വാക്ക് എന്ന് പറഞ്ഞാൽ കേരളാസ് ഫസ്റ്റ് സൂപ്പർ റിയാലിറ്റി ഡോമാണ്. ഒരു 7 മിനിറ്റ് ഷോ ആണ്. പക്ഷേ സംഭവം കിടുമായിരുന്നു. ഇനിമോൾ ഇത് റീലിൽ കണ്ടിട്ടാണ് ഇത് കാണാൻ പോകണമെന്നും കൂടി പറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ കോഴിക്കോടേക്ക് നേരെ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കുറച്ച് ഇതിൻ്റെ ക്ലിപ്സ് നമുക്ക് കാണാം. എന്തായാലും ഇത് പോയി എക്സ്പീരിയൻസ് ചെയ്യണം. സംഭവം അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര 3D എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹൈപ്പറിലൊക്കെ പോയി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇത്രയൊക്കെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നെ ഞങ്ങൾ അവിടെ നേരെ തിരിച്ച് ബസ്സിലാണ് തിരിച്ച് വന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ നല്ല വീഡിയോസായിട്ട് തിരിച്ച് വരുന്നേക്കും. ബൈ.